ഹലോ സ്റ്റുഡൻസ്, നമ്മൾ മൊഡ്യൂൾ 5 ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് വഴിയായിരിക്കും നമ്മൾ നടക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 75% അല്ലെങ്കിൽ ഒരു 75% ഓഫ് തിയറിയാണ് വരുന്നത്. അതിനകത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും പിന്നെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു പ്രോബ്ലം മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ 5 എന്നുള്ള ബഡ്ജറ്ററി കൺട്രോൾ എന്നുള്ള പോർഷൻ നമുക്ക് യൂട്യൂബ് വഴി പഠിക്കാം. പ്രോബ്ലം നമുക്കതങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പോർഷൻ ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തന്നിരുന്നു, ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്. സോ ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓൺലൈനായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 5 ബഡ്ജറ്ററി കൺട്രോൾ. ഫസ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റ്, നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള ടൈമാണ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് ഈ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് എന്നാൽ എന്താണെന്നും അതുപോലെ തന്നെ എന്താണ് ഒരു ബഡ്ജറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ. അപ്പോൾ ഡെഫിനേഷനിൽ ഏറ്റവും അവസാനം ജോർജ് ആർ ടെറി എന്നൊരാളുടെ ഡെഫിനേഷനാണ് തന്നിരിക്കുന്നതിൽ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഈസി ആയിട്ടുള്ളത്. ബഡ്ജറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഫ്യൂച്ചർ നീഡ്സ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ആൻ ഓർഡർലി ബേസിസ് covering some or all of the activities of an enterprise for definite period of time. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു മോണിറ്ററി ടേംസിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ശരിക്കും ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഓർഡർലി ബേസ് ചെയ്തിട്ട് ഒരു ഓർഡർ ആയിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ സംഭവിക്കാനിടയുള്ള എല്ലാ ആക്ടിവിറ്റിയും, കുറച്ച് ആക്ടിവിറ്റിയോ അതുമല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റിനും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ താഴെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ ഒന്നുകൂടി പറയാം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിലോട്ട്, ചിലപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇയർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വരാൻ പോകുന്ന 2-3 അക്കൗണ്ടിങ് ഇയേഴ്സിലോട്ടുള്ളതായിരിക്കും. അപ്പം ഒരു ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡിലേക്ക് അന്ന് സംഭവിക്കാനിടയുള്ള എല്ലാ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ആവശ്യമുള്ള ഇൻകം, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് വരാൻ ചാൻസ് ഉള്ള എക്സ്പെൻസുകളും എല്ലാം ചേർത്തിട്ട് ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നതിനാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മോണിറ്ററി ടൈംസിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൈമിലായിരിക്കും എപ്പോഴും നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്വാളിറ്റി വെച്ചിട്ട് ഒരിക്കലും ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ മോണിറ്ററി ടൈംസിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാനിടയുള്ള ആൻറ്റിസിപ്പേറ്റഡ് ആക്ടിവിറ്റീനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് ചുരുക്കത്തിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ബഡ്ജറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. അപ്പം നമുക്ക് ഭാവിയിൽ നമ്മൾ ചെയ്യാനുള്ള ആക്ഷൻസ് അതിൻ്റെ എല്ലാം കൂടി ഒരു പ്ലാനാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ഷൻസിൻ്റെ എല്ലാം കൂടി ഒരു പ്ലാനാണ്, ഗോൾ ഓറിയൻറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർട്ടൺ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സെയിൽസ് ബഡ്ജറ്റ് ആണെങ്കിൽ ഈ ഫ്യൂച്ചർ ഒരു 1 അക്കൗണ്ടിങ് പീരീഡിൽ ഇത്രത്തോളം സെയിൽസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇത്രത്തോളം ഉണ്ടായിരിക്കണം. അതുപോലെ ക്യാഷ് ബഡ്ജറ്റ് ആണെങ്കിൽ നമുക്ക് ഇത്രത്തോളം ലാഭം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് മണി ഓർ ക്വാണ്ടിറ്റി ഓർ ബോത്ത്. ഒന്നെങ്കിൽ നമുക്കിത് മോണിറ്ററി ടേംസിലോ ക്വാണ്ടിറ്റി ടേംസിലോ, മണി ടേംസിലോ ഒന്നെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൈമിൽ എക്സ്പ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ്. അപ്പം ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു ഫ്യൂച്ചർ പീരീഡിലോട്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഒന്നെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിലോട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 അക്കൗണ്ടിങ് പീരീഡ്, അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ടുള്ള ബഡ്ജറ്റ് ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സർട്ടൺ മന്തിലോട്ട് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ആയിരിക്കും. അപ്പം പ്രിപ്പയർഡ് ഫോർ എ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ്, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ പീരീഡിലോട്ടാണ് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫോർത്ത് വൺ ഇറ്റ് പ്രൊവൈഡ് യാർഡ് സ്റ്റിക്ക് ആൻഡ് മെഷർ ഫോർ ദ പർപ്പസ് ഓഫ് കമ്പാരിസൺ. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു യാർഡ് സ്റ്റിക്കായിട്ട്, ഒരു അളവുകോലായിട്ടാണ് നമ്മുടെ ബഡ്ജറ്റ് പ്രവർത്തിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വൽ ഒരു വർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബഡ്ജറ്റുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്ന അനുസരിച്ചാണോ നമ്മൾ ഗോള് അച്ചീവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ബഡ്ജറ്റ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം കമ്പാരിസന് വേണ്ടിയിട്ടുള്ളൊരു യാർഡ് സ്റ്റിക്കായിട്ട് ബഡ്ജറ്റ് നമുക്ക് പ്രവർത്തിക്കുന്നു. ഇനി ഫിഫ്ത്ത് വൺ
ഇറ്റ് ഹെൽപ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ ബജറ്റ് പീരീഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബജറ്റ് പീരീഡ്, ഈ ബജറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ സർട്ടൻ പീരീഡിലോട്ടുള്ള ഇൻകവും എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ 6th വൺ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഓൾസോ എസ്റ്റിമേറ്റ് ദ ക്യാപിറ്റൽ ടു ബി എംപ്ലോയിഡ് ഫോർ അച്ചീവിങ് ദ പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. അപ്പം നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ക്യാപിറ്റൽ ആവശ്യമുണ്ട് അതിൻ്റെ ഒരു എസ്റ്റിമേഷനും ബജറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ക്യാപിറ്റൽ ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഓരോ ഗോൾ അച്ചീവ് ചെയ്യാനും ആവശ്യമുണ്ടെന്നുള്ള കാര്യവും നമ്മൾ ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ബജറ്റിംഗ് എന്താണെന്നുള്ളത്. ബജറ്റ് എന്താണെന്നോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടു. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ബജറ്റിംഗ് എന്താണെന്ന്. ബജറ്റിംഗ് എന്താണെന്നുള്ളത് ഏറ്റവും സമപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ദ എൻറ്റയർ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ദ ബജറ്റ് ഈസ് നോൺ ആസ് ബജറ്റിംഗ്. അപ്പം നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്തതായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോസസ്സിനും കൂടി ഒരുമിച്ച് ചേർത്ത് പറയുന്നതാണ് ബജറ്റിംഗ് എന്ന്. അപ്പോൾ അതിനുള്ളിൽ പ്രിപ്പറേഷൻ ഉണ്ടാവും, ബജറ്റ് പ്രിപ്പറേഷൻ ഉണ്ടാവും, ബജറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവും, ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു ബജറ്റിനെ സംബന്ധിച്ചുള്ള ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന തൊട്ട് അത് ലാസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവർത്തനത്തെയാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രോപ്പറായിട്ട് ബജറ്റ് ചെയ്ത് വെക്കുന്നത് എന്തിനാണ്. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് തന്നെ ടു ഫോർമുലേറ്റ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. അപ്പം ഫ്യൂച്ചറിലായിട്ടുള്ളൊരു പ്ലാനായിട്ടാണ് നമ്മൾ ബജറ്റിനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഫേം ആർ ഡിറ്റർമിൻഡ് ഇൻ അഡ്വാൻസ്. അപ്പം നമ്മുടെ ബജറ്റ് വഴി ഒരു ഓർഗനൈസേഷനിലെ ഫ്യൂച്ചർ ആക്ടിവിറ്റീനെല്ലാം അഡ്വാൻസ് ആയിട്ട് തന്നെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ബജറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പ്ലാൻ, നമ്മുടെ ഫ്യൂച്ചർ ആക്ടിവിറ്റിയിലോട്ട് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനായിട്ട് ബജറ്റ് പ്രവർത്തിക്കുന്നു. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് ടു പ്രൊവൈഡ് എ മീൻസ് ഓഫ് കോർഡിനേഷൻ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, പല ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിലും പല ബജറ്റുകളും ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് ബജറ്റ് ഉണ്ടാവും. എന്നിരുന്നാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും എല്ലാ ആക്ടിവിറ്റീനെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ ഒരു മാസ്റ്റർ ബജറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു കോർഡിനേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ബജറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ ആക്ടിവിറ്റിയും ഒരു ഒബ്ജക്റ്റീവിൻ്റെ നേർക്ക്, അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ബജറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ടു ഹെൽപ്പ് ഇൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കൺട്രോളിനും കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ബജറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഇപ്പം നമ്മൾ ഒരു കഴിഞ്ഞ വർഷത്തെ ബജറ്റും അല്ലെ ലാസ്റ്റ് ഇയറിലൊരു ബജറ്റും ലാസ്റ്റ് ഇയറിലെ ആക്ടിവിറ്റി എടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഫോൾട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഫ്യൂച്ചറിലേക്ക് ബജറ്റ് പ്രിപ്പയർ ചെയ്യുകയും ലാസ്റ്റ് അത് കമ്പയർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണോ ഡിഫോൾട്ട് വന്നിരിക്കുന്നത് അത് കറക്റ്റ് ചെയ്യാനായിട്ടും അതനുസരിച്ച് നെക്സ്റ്റ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടും സാധിക്കുന്നു. അങ്ങനെ വരുമ്പം നമുക്ക് കോസ്റ്റ് കൺട്രോളിനും കോസ്റ്റ് റിഡക്ഷനും ബജറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് പ്രോപ്പറായിട്ട് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ. ഓരോ ആക്ടിവിറ്റിയിലോട്ടും എത്ര റിസോഴ്സ് വേണം, അതിപ്പോൾ ക്യാഷിൻ്റെ കാര്യമാണെങ്കിലും മെറ്റീരിയൽസിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം ഇതിൽ തന്നെ വരുന്നതാണ്. അപ്പം ഒരു റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ബജറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫിക്സിംഗ് നോംസ് ഓഫ് പെർഫോമൻസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പെർഫോം ചെയ്യാനായിട്ടുള്ള നോംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്യുന്നു. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ബജറ്റിംഗ് ഇസ് ടു ഇമ്പോസ് ആഡിക്വേറ്റ് ആൻഡ് സാറ്റിസ്ഫാക്ടറി നോംസ് ഫോർ പെർഫോമൻസസ് ഓവർ ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി എൻ്റർപ്രൈസ്. അപ്പം ഒരു ഓർഗനൈസേഷനിലെ വേരിയസ് ആക്ടിവിറ്റീസ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? കോസ്റ്റ് കുറയ്ക്കാനായിരിക്കണോ, അല്ലെങ്കിൽ ഇത്രത്തോളം ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ടാണോ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ ഒരു എൻ്റർപ്രൈസസിൻ്റെ ആക്ടിവിറ്റീസിനെ ഫോം ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഒരു നോംസ്, അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കാനായിട്ടൊരു ഗൈഡ് ലൈൻസ് നമുക്ക് ബജറ്റ് തരുന്നുണ്ട്. ഇനി 6 വൺ പറഞ്ഞിരിക്കുന്നത് ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ്. ഇപ്പോൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബജറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, അതനുസരിച്ചുള്ള ഇൻകം എക്സ്പെൻസും, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ടും ഉള്ള റെസ്പോൺസിബിലിറ്റി എക്സിക്യൂട്ടീവിന് കൊടുക്കുന്നത്, ബിസിനസ് എക്സിക്യൂട്ടീവിന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ബജറ്റാണ്. അപ്പം ബജറ്റ് അനുസരിച്ചാണ് ഓരോ എക്സിക്യൂട്ടീവ്സും അവരുടേതായ ആക്ടിവിറ്റീസും ഡ്യൂട്ടീസും വിതിൻ ദ കോസ്റ്റ്, അല്ലെങ്കിൽ വിതിൻ ദ ലിമിറ്റ് വെച്ച് ചെയ്യുന്നത്. 7th വൺ ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസും.
അത് പറഞ്ഞിരിക്കുന്നത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. കാരണം ഈ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്യൂച്ചറിൽ എത്രത്തോളം ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ബജറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനായിട്ട് കൂടി ബജറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബജറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. എന്തിനാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു ചെറിയൊരു ടൈം പറഞ്ഞിരിക്കുന്നത് ഫോർകാസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പം ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ബജറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലോട്ടുള്ളതാണ്. അപ്പം ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും ഫോർകാസ്റ്റ് എന്താണെന്നുമാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. എ ഫോർകാസ്റ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് പ്രോബബിൾ ഇവൻറ്റ്. അപ്പം പ്രോബബിലിറ്റി ഉള്ള ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്, ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രോബബിലിറ്റി വരുന്ന ഇവൻറ്റ്സുകളാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിൾ ഇവൻറ്റ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ഫോർകാസ്റ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബബിൾ ഇവൻറ്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറയാം, ഇപ്പം മഴ പെയ്യും, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം കാറ്റുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് 100% ഷുവർ അല്ല. അപ്പോൾ ഒരു പ്രോബബിൾ ആയിട്ടുള്ളത്, വരാൻ ചാൻസ് ഉള്ള ഒരു ഇവൻറ്റിനെ കുറിച്ച് പറയുന്നതിനാണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ബജറ്റിൽ വരുമ്പോഴെന്താണ്, ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യാനായിട്ട് ചാൻസ് അല്ല പറയുന്നത്, നിർബന്ധമായിട്ടും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളെയാണ് നമ്മൾ ബജറ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് പീരീഡിലോട്ട് വന്നാലും വരാൻ ചാൻസ് ഉണ്ട്, ഇനിയിപ്പോൾ വന്നില്ലെങ്കിലും വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഫോർകാസ്റ്റിൽ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 8 പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ബജറ്റും ഫോർകാസ്റ്റും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ആണോ ഉള്ളതെന്ന്. ഫസ്റ്റ് നോക്കിക്കേ, ബജറ്റ് ഈസ് എ റിട്ടൺ പ്ലാൻ ഓഫ് ആക്ഷൻ ഡെവലപ്ഡ് ആസ് എ ഗൈഡ് ഫോർ ഫ്യൂച്ചർ ഓപ്പറേഷൻ. അപ്പം ഫ്യൂച്ചർ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഗൈഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റിട്ടൺ പ്ലാനിനെയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓർ പ്രഡിക്ഷൻ ഫോർ ഫ്യൂച്ചർ ആസ് ടു വാട്ട് വിൽ ഹാപ്പൻ ടുമോറോ. അപ്പോൾ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലുള്ളത് നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു എസ്റ്റിമേറ്റാണ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെക്കൻഡ് വൺ, എ ബജറ്റ് ഈസ് എ പോസിറ്റീവ് ആക്ഷൻ ദാറ്റ് ദ മാനേജ്മെൻറ്റ് പ്ലാൻസ് ടു ടേക്ക്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ബജറ്റ് കൂടുതലും വരുന്നത്. എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യവും മാനേജ്മെൻറ്റ് എടുക്കേണ്ട പ്ലാനുകൾ, ഇതൊക്കെയാണ് ബജറ്റിനകത്ത് വരുന്നത്. പോസിറ്റീവായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ബജറ്റിൽ എപ്പോഴും വരുന്നത്. പക്ഷേ ഫോർകാസ്റ്റിലോ ഇറ്റ് ഈസ് എ പാസീവ് സ്റ്റേറ്റ്മെൻറ്റ്. പാസീവ് സ്റ്റേറ്റ്മെൻറ്റ് നടക്കാനും നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ദർ റിമെയിൻസ് എ സോർട്ട് ഓഫ് പെർമനൻസി ഇൻ ബജറ്റിംഗ്. അപ്പം ബജറ്റ് ഫ്യൂച്ചറിലോട്ടുള്ളതാണ്, ഒരു എസ്റ്റിമേറ്റ് ആണ് എങ്കിൽ പോലും ഒരു പെർമനൻസി ഉണ്ട് അതിൽ. അതായത് സെയിൽസ് ഇത്ര ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇത്ര ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻകം ഇത്ര ആയിരിക്കണം, എക്സ്പെൻസ് ഇത്ര ആയിരിക്കണം. ഇങ്ങനെ ഒരു പെർമനൻറ്റ് നേച്ചറുള്ള കാര്യങ്ങളാണ് ബജറ്റിൽ കാണിക്കുന്നത്. പക്ഷേ ഫോർകാസ്റ്റിൽ വരുന്നതോ ടെൻറ്റേറ്റീവ് എസ്റ്റിമേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ശരിയാകാം തെറ്റാകാം, അങ്ങനെയുള്ള ഒരു ടെൻറ്റേറ്റീവ് എസ്റ്റിമേറ്റാണ് ഫോർകാസ്റ്റിൽ വരുന്നത്. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ഫോർ ആൻ അക്കൗണ്ടിങ് ഇയർ. ബജറ്റ് സാധാരണ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നൊരു അക്കൗണ്ടിങ് ഇയറിലോട്ട് വേണ്ടിയിട്ടാണ്. ഫോർകാസ്റ്റോ ഇറ്റ് മേ ബി ഫോർ വെരി ഷോർട്ട് പീരീഡ് ലൈക്ക് എ ഡേ ഓർ എ ലോങ് പീരീഡ് ലൈക്ക് ഇയേഴ്സ്. അപ്പം ഒന്നെങ്കിൽ ഒരു ദിവസത്തേന് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറത്തേനുള്ളതായിരിക്കും ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡിലോട്ടായിരിക്കും. ഒരു 5 വർഷത്തിന് ശേഷം ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ 2 രീതിയിലാണ് ഫോർകാസ്റ്റ് പോകുന്നത്. പക്ഷേ ബജറ്റ് എപ്പോഴും ഒരു അക്കൗണ്ടിങ് പീരീഡിനുള്ളിൽ തന്നെയാണ് പോകുന്നത്. ഇനി ഫിഫ്ത്ത് വൺ, ഇൻ ബജറ്റിംഗ് ദ എസ്റ്റിമേറ്റ് ഈസ് ഓഫൺ കമ്പയർഡ് വിത്ത് ആക്ച്വൽ ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ അച്ചീവ്മെൻറ്റ് ഓർ വീക്ക്നെസ്. ബജറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും അവസാനം ഈ എസ്റ്റിമേറ്റും നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നമ്മുടെ ആക്ച്വലും തമ്മിലൊരു കമ്പാരിസൺ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടായോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായോ എന്നറിയാൻ ഒരു കമ്പാരിസൺ നമ്മൾ ബജറ്റിൽ സാധാരണ രീതിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഫോർകാസ്റ്റ് വരുമ്പം ദർ ഈസ് നോ മച്ച് മീനിങ് ഇൻ കമ്പയറിങ് എ ഫോർകാസ്റ്റ് വിത്ത് ആക്ച്വൽ റിസൾട്ട്. അപ്പം ആക്ച്വൽ റിസൾട്ടുമായിട്ട് ഒരു ഈ ഫോർകാസ്റ്റ് ചെയ്തേക്കുന്ന കാര്യം ഒരിക്കലും കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് സംഭവിച്ചിരിക്കാം, ഇല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇതിലൊരു കമ്പാരിസൺ വരുന്നില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ബിസിനസ് ഓർ ഇൻഡസ്ട്രി. അപ്പോൾ ബജറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ബജറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്താണ് പോകുന്നത്. ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് യൂഷ്വലി കണക്റ്റഡ് വിത്ത് ബിസിനസ് ഓർ ഇൻഡസ്ട്രി. അപ്പം ബിസിനസ്സുമായിട്ട് ഇൻഡസ്ട്രി ആയിട്ടൊന്നുള്ള കാര്യങ്ങളല്ല ഫോർകാസ്റ്റിൽ വരുന്നത്. ദെൻ സെവൻത് വൺ, ദ പ്രോസസ് ഓഫ് ബജറ്റ് സ്റ്റാർട്ട്സ് വെർ ഫോർകാസ്റ്റ് എൻഡ് ആൻഡ് കൺവേർട്ട് ഇൻ ടു എ ബജറ്റ്. അപ്പം ബജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർകാസ്റ്റ് തീരുമുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, ഇങ്ങനെ ഒരു ഫോർകാസ്റ്റ് എവിടെ തീരുന്നോ അവിടെ നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ബജറ്റിന് നമ്മൾ നമ്മുടെ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു റിട്ടൺ ഡോക്യുമെൻ്റ് ആയിട്ട് മാറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ബജറ്റ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ദ ഫംഗ്ഷൻ ഓഫ് ഫോർകാസ്റ്റ് എൻഡ് വിത്ത് ദ ഫോർകാസ്റ്റ് ഓഫ് ലൈക്ലി ഇവൻറ്റ്. അപ്പം
തൊട്ടടുത്ത് വരാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റ് പറഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഫോർകാസ്റ്റിന് പ്രസക്തിയില്ല. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് കംപ്രൈസസ് ഓഫ് ദി ഹോൾ ബിസിനസ് യൂണിറ്റ്. സെക്ഷൻ budgets are coordinated in a logical way. It may cover a limited function or activity of business as sales forecast. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുകയാണ്, ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോൾ ബിസിനസ് യൂണിറ്റിനെ കവർ ചെയ്യുന്നു. ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട്, മൊത്തത്തിലൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ബജറ്റ് പ്രിപ്പയർ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനുള്ളിൽ തന്നെ ചിലപ്പോൾ സബ് ബജറ്റുകൾ കാണും, അല്ലെങ്കിൽ ഓരോ സെക്ഷൻ വൈസ് ബജറ്റുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു ബിസിനസ്സിനെ മൊത്തത്തിലൊരു ബിസിനസ് യൂണിറ്റിനെ മൊത്തം എടുത്തിട്ടാണ് നമ്മൾ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഫോർകാസ്റ്റിൽ വരുമ്പം ഇറ്റ് മേ കവർ എ ലിമിറ്റഡ് ഫംഗ്ഷൻ, കുറച്ച് ഫംഗ്ഷൻസാണ് വരുന്നുള്ളത്, കുറച്ച് ആക്ടിവിറ്റി മാത്രം കവർ ചെയ്യുന്നതാണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബജറ്റ് ഫോർകാസ്റ്റും നമ്മൾ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ റിമെമ്പർ ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ബജറ്ററി കൺട്രോൾ എന്താണെന്നുള്ളത്. അപ്പം നോക്കിക്കാൻ നമ്മൾ ബജറ്റ് കണ്ടു, ബജറ്റിംഗ് എന്താണെന്ന് കണ്ടു, ഫോർകാസ്റ്റ് കണ്ടു. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നമുക്ക് ബജറ്ററി കൺട്രോൾ എന്താണെന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രിൻസിപ്പിൾസ്, അതുപോലെ എസെൻഷ്യൽസ്, അതുപോലെ തന്നെ സ്റ്റെപ്സ്, ഒരു ബജറ്ററി കൺട്രോളിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ബജറ്ററി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ബജറ്ററി കൺട്രോൾ എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ബജറ്ററി കൺട്രോളിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബജറ്ററി കൺട്രോൾ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലെങ്തി ആയിട്ടുള്ള ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് ഡെഫിനേഷനല്ല, പ്രോപ്പർ ഒരു മീനിങ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബജറ്ററി കൺട്രോൾ എന്നുള്ളതിൻ്റെ ഒരു മീനിങ് പേജ് നമ്പർ 279 ബജറ്റ് 41ാമത്തെ ഒരു ടേമായിട്ട്, 279ാമത്തെ പേജിൽ 41ാമത്തെ ടേമായിട്ട് തന്നെ ബജറ്ററി കൺട്രോൾ എന്താണെന്നുള്ളത് ഒരു നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡെഫിനേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു ബജറ്ററി കൺട്രോൾ എന്താണെന്നുള്ള ആ ടേം മീനിങ് പഠിച്ചു വെച്ചാൽ മതിയാവും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഡെഫിനിഷൻ നോക്കാം. The establishment of budget relating to the responsibilities of executives to the requirement of a policy and the continuous comparison of actual with the budgeted result, either to secure by individual action the objectives of that policy or to provide a firm base for its revision. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഡെഫിനേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മൾ ബജറ്റിനെ ഒരു കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടും പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മീൻസായിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു മാർഗമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനെയാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി നമുക്ക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഓരോ ബജറ്റ് വെച്ചിട്ട് ആക്ച്വലിനെ കമ്പയർ ചെയ്ത് കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടും, അതുവഴി കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ളൊരു മാർഗ്ഗമാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ കൺട്രോൾ ത്രൂ ബജറ്റ്, അതാണ് ഏറ്റവും ഷോർട്ടായിട്ട് പറയാം, പ്രോപ്പർ കൺട്രോൾ ത്രൂ ബജറ്റ്. അപ്പം ബജറ്റ് വഴി കോസ്റ്റ് കൺട്രോൾ നടത്തുന്ന ആ ഒരു പ്രക്രിയ, അതിനെ നമ്മൾ ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നു. ബജറ്ററി കൺട്രോൾ യൂസസ് ദ ബജറ്റ് ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം ടു അച്ചീവ് ദ പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. അപ്പം ബജറ്ററി കൺട്രോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേമിൻ്റെ എല്ലാ ആക്ടിവിറ്റീനെയും ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും, എല്ലാ ആക്ടിവിറ്റിയും ആ ഒരു ഗോളിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യുന്നതിനാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻ അത്യാവശ്യം ലെങ്തിയാണ്, കുറച്ച് നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെയുള്ളവർ ഞാൻ പറഞ്ഞ ലാസ്റ്റ് പേജിലെ ആ മീനിങ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസും പറഞ്ഞ് നിർത്താം. എന്ന് വെച്ചാൽ ഒരുപാട് ക്ലാസ് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പം എന്താണ് ബജറ്ററി കൺട്രോളിൻ്റെ സവിശേഷതകളെന്നും അതിൻ്റെ പ്രിൻസിപ്പിൾ, എന്തൊക്കെ പ്രിൻസിപ്പിളിന് ഫോളോ ചെയ്തിട്ടാണ് ബജറ്ററി കൺട്രോൾ പോകുന്നത് എന്നുള്ള കാര്യം പറയാം. ബാക്കി എസെൻഷ്യൽ ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ, അതുപോലെ ബജറ്ററി കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. Budgets are prepared for each department and then the plans and objectives are presented before management. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും, ഇപ്പോൾ ഒരു 5 ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6 ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസും ബജറ്റ് പ്രിപ്പയർ ചെയ്യുകയും ആ ഡിപ്പാർട്ട്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് മാനേജ്മെൻറ്റിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് തന്നെ കൺട്രോളിങ് പ്രോസസ്സ് തുടങ്ങുകയാണ്. ഇനി സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ.
ദ ബജറ്ററി കൺട്രോൾ കോർഡിനേറ്റ് ദ പ്ലാൻസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ മാസ്റ്റർ ബജറ്റ് ഇസ് പ്രിപ്പയർഡ്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, പല ഡിപ്പാർട്ട്മെൻറ്റോടെന്ന് പറഞ്ഞു, പല ഡിപ്പാർട്ട്മെൻറ്റിനും പല ആക്ഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ പല ആക്ടിവിറ്റീനെയും കോർഡിനേറ്റ് ചെയ്ത് ബിസിനസ്സിൻ്റെ കോമൺ ഗോളിന് വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുകയും ഒരു മാസ്റ്റർ ബജറ്റ്, ആ ആക്ടിവിറ്റീസ് അനുസരിച്ച് ഒരു മാസ്റ്റർ ബജറ്റ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ സവിശേഷത, കോർഡിനേഷൻ എൻഷുർ ചെയ്യുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂസ് കമ്പാരിസൺ. ദ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ബജറ്ററി കൺട്രോൾ ഇസ് ടു കണ്ടക്ട് കണ്ടിന്യൂസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബജറ്റഡ് ഫിഗേഴ്സ് റിവീലിംഗ് ദ വേരിയേഷൻ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റിക്ക് വെച്ചിരിക്കുന്ന വകയിരുത്തിയേക്കുന്ന എമൗണ്ട് എത്രയാണ്, അത്രത്തോളം ആയോ, ഇല്ലെങ്കിൽ അതിൽ കൂടുതലായെങ്കിൽ എന്താണ് റീസൺ. ഇങ്ങനെ നമ്മുടെ ബജറ്റ് വെച്ചിട്ട് ആക്ച്വൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂസ് കമ്പാരിസൺ ബജറ്ററി കൺട്രോൾ വഴി സാധ്യമാകുന്നു. ദെൻ ഫോർത്ത് വൺ, റിവിഷൻ. ബജറ്റ് ആർ റിവൈസ്ഡ് ഇഫ് നെസസറി അക്കോർഡിംഗ് ടു ചേഞ്ച്ഡ് കണ്ടീഷൻ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബജറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പെർമനൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തേന് ഫിക്സഡായിട്ട് വേരിയേഷനൊന്നും വരുന്നില്ല എന്ന് പറയുന്നില്ല. നമുക്ക് ഓരോ കണ്ടീഷൻ ചേഞ്ച് അനുസരിച്ച് നമുക്ക് ഈ ബജറ്റിലും ചെറിയ ചെറിയ ചേഞ്ചുകൾ വരുത്താവുന്നതാണ്. അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്നത്രേ, റിവൈസ്ഡ് ആയിട്ടുള്ള ബജറ്റുകൾ സമയാസമയങ്ങളിൽ ആവശ്യമാണെങ്കിൽ മാറ്റി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ റിവിഷൻ നടത്താവുന്നതാണ്. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പഠിച്ചു വെച്ചേക്കണം, എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ്, എന്തൊക്കെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ബജറ്ററി കൺട്രോൾ പോകുന്നതെന്നുള്ളത് നമുക്കതും കൂടി നോക്കാം. 5 പ്രിൻസിപ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ടാർഗറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് പെർഫോമൻസ്, പ്രിൻസിപ്പിൾ ഓഫ് കമ്പാരിസൺ, പ്രിൻസിപ്പിൾ ഓഫ് അനാലിസിസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് റെമഡി. ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ടാർഗറ്റ്. നമുക്കറിയാം, ഒരു ബജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഈ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടാർഗറ്റ് ഓർ പ്ലാൻ ഓഫ് പെർഫോമൻസ് വിച്ച് കോർഡിനേറ്റ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ബിസിനസ്. അപ്പം ഈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാർഗറ്റ് അത് അച്ചീവ് ചെയ്യാനായിട്ടായിരിക്കും ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റിയും ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ടാർഗറ്റ്. സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് പെർഫോമൻസ്. ഇറ്റ് ഇൻവോൾവ്സ് റെക്കോർഡിംഗ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അപ്പം ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീനെയും കറക്റ്റായിട്ട് തന്നെ, അല്ലെങ്കിൽ ആ പെർഫോമൻസിനെ കറക്റ്റായിട്ട് വാല്യൂ ചെയ്യുക, മെഷർ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബജറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ എപ്പോഴും കറക്റ്റായിരിക്കണം, കറക്റ്റായിട്ട് പെർഫോം ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് കമ്പാരിസൺ. ഇറ്റ് കമ്പയർസ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് പ്ലാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു തന്നെ, ബജറ്റ് കൺട്രോളിൽ വരുന്ന അടുത്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലിനെ ബജറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുക, കണ്ടിന്യൂസ് കമ്പയർ ചെയ്യുക. അതാണ് അടുത്തൊരു പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് അനാലിസിസ്. ടു കാൽക്കുലേറ്റ് ദ വേരിയൻസ് ആൻഡ് അനാലിസിസ് ദ റീസൺ ഫോർ സച്ച് വേരിയൻസ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അനാലിസിസ് നടത്തുക. അതായത് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ വേരിയേഷൻസ് നമുക്ക് കിട്ടി. ഈ വേരിയേഷൻസിനെ അനാലിസിസ് നടത്തുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ബജറ്റിൽ നിന്ന് നമുക്ക് ഡീവിയേഷൻ വന്നിരിക്കുന്നതെന്നുള്ള റീസൺസ് നമ്മൾ സ്റ്റഡി നടത്തുക എന്നുള്ളതാണ് നാലാമത്തെ പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫിഫ്ത്ത് വൺ, പ്രിൻസിപ്പിൾ ഓഫ് റെമഡി. ആക്ട് ഇമ്മീഡിയറ്റ്ലി ഇഫ് നെസസറി ടു റെമഡി ദ സിറ്റുവേഷൻ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു വേരിയൻസ് നമ്മൾ കണ്ടുപിടിച്ചു, അനാലിസിസ് നടത്തി വേരിയേഷൻസ് കണ്ടുപിടിച്ചെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിനുള്ള ഒരു റെമഡി കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എങ്ങനെ ഇനി ഈ ഒരു കോസ്റ്റ് ഇപ്പോൾ കൂടുതലായി വന്നെന്ന് വിചാരിക്കുക, ബജറ്റ് ചെയ്തതിനേക്കാളും എമൗണ്ട് കൂടുതലായി, എങ്ങനെ നമുക്കിത് ഈ കോസ്റ്റ് കൂടിയെങ്കിൽ മറ്റ് ആക്ടിവിറ്റികളിൽ നിന്ന് നമ്മൾ ബാക്കി നമ്മുടെ ഫൈനൽ റിസൾട്ട് എത്തുമ്പോഴത്തേനും എന്ത് റെമഡിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു റെമഡി കണ്ടുപിടിക്കുക എന്നുള്ളതും ബജറ്റ് കൺട്രോളിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതൊരു സീക്വൻഷ്യൽ ഓർഡറിലാണ് പോകുന്നത്. ടാർഗറ്റ് ഫിക്സ് ചെയ്യുക, പെർഫോം ചെയ്യുക, അതുപോലെ തന്നെ കമ്പയർ ചെയ്യുക, ആക്ച്വൽ വെച്ച് ബജറ്റുമായിട്ട് കമ്പയർ ചെയ്യുക, അനാലിസിസ് നടത്തുക, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ റെമഡി എടുക്കുക. അപ്പോൾ ഇത്രയാണ് ബജറ്ററി കൺട്രോളിൻ്റെ പ്രിൻസിപ്പിൾസ്. ഇനി നെക്സ്റ്റ് നമുക്ക് എസെൻഷ്യൽസ് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.